നമസ്കാരം. ഇന്ന് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള ഭാഗത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആദ്യം അത് കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മുൻ ക്ലാസ്സുകൾ കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്, അല്ലേ? ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. എന്നാൽ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് തുടങ്ങാം. ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പശ്ചിമഘട്ടം. ഏതാണ് പശ്ചിമഘട്ടം? എത്ര സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത്? 6 സംസ്ഥാനങ്ങളിലായിട്ടാണ്. നിങ്ങൾക്കറിയാം, പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നു. 1 കേരളം, 2 തമിഴ്നാട്, 3 കർണാടക, 4 ഗോവ, 5 മഹാരാഷ്ട്ര, 6 ഗുജറാത്ത് എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നു, അല്ലെ? ആ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാടൻ ചുരം. കൂട്ടുകാർക്ക് അറിയാം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാടൻ ചുരം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പാലക്കാടൻ ചുരം ഏതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു? തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പാലക്കാടിനെയും കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു പാലക്കാടൻ ചുരം. അതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ച ഉത്തരം ഏതാണ്? ആനമുടിയാണ്, അല്ലെ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അതിങ്ങനെയും ചോദിക്കാം. അതായത് ഹിമാലയ പർവ്വതത്തിലെ കൊടുമുടികൾ ഒഴിവാക്കിയാൽ, നമ്മുടെ ഹിമാലയത്തിലെ കൊടുമുടികൾ ഒഴിവാക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം ഏതാണ്? ആനമുടിയാണ്. ആനമുടി എന്ന് പറയുന്നത് കേരളത്തില് ഇരവികുളം ദേശീയ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ഏത് വരുന്നത്? ആനമുടി വരുന്നത്. മൂന്നാറിനടുത്ത് ആനമുടി വരുന്നു, അല്ലെ? അപ്പൊ അത് ഇരവികുളം ദേശീയ പാർക്കിന്റെ ഭാഗത്താണ് ഏത് വരുന്നത്? ആനമുടി വരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആനമുടിയുടെ ഉയരം എത്രയെന്ന് ചോദിച്ചാലോ, ആനമുടിയുടെ ഉയരം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ആനമുടിയുടെ ഉയരം എത്രയെന്ന് ചോദിച്ചാൽ 2695 മീറ്റർ. 2695 മീറ്റർ. ഇത് ഒരുപാട് തവണ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പെട്ടെന്ന് ഓർമ്മയിൽ വരികയും ചെയ്യും. 2695 മീറ്റർ. ഇതിപ്പോ മീറ്റർ കണക്കിലാണ് പറഞ്ഞത്. അതേസമയം ആനമുടിയുടെ ഉയരം എത്ര ഫീറ്റ് ആണ്, എത്ര അടിയാണ് എന്ന് ചോദിച്ചാലോ, അത് 8843 അടിയാണ്. 8843 അടിയാണ്. സംശയം വരണ്ട, ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലുള്ള എവറസ്റ്റ് കൊടുമുടി, അല്ലെ? ഹിമാലയത്തിലെ എവറസ്റ്റ് കൊടുമുടി, അതിന്റെ ഉയരം എന്ന് പറയുന്നത് 8848 മീറ്റർ ആണ്, അടിയല്ല. 8848 മീറ്റർ. ഇത് ആനമുടിയുടെ ഉയരം അടിക്കണക്കിൽ പറഞ്ഞാൽ 8843 അടിയും മീറ്റർ കണക്കിൽ പറയുമ്പോൾ 2695 മീറ്ററുമാണ്. അത് ഓർത്ത് വയ്ക്കുക. ഇപ്പൊ നമ്മൾ പശ്ചിമഘട്ടത്തിലോട്ട് വന്ന എന്തിനാ? ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെ? അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യം പറയാനാണ് നമ്മൾ അവിടെ വന്നത്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള ഒരു ഓന്ത് വർഗമുണ്ട്. പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള, ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഓന്ത് വർഗമാണ് ഡ്രാക്കോ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഏതാണ്? ഡ്രാക്കോ പറയോന്തെന്ന് പറയും. പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം ഓന്ത് വർഗമാണ് ഏത്? ഡ്രാക്കോ. അതുപോലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, പന്നിമൂക്കൻ തവള. ലോകത്ത് അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു തവള വർഗമാണ് പന്നിമൂക്കൻ തവള. ഈ അടുത്ത കാലത്ത് പശ്ചിമഘട്ട മേഖലയിൽ കണ്ടെത്തി എന്ന് വാർത്ത വന്നിട്ടുണ്ട്. പന്നിമൂക്കൻ തവള, അതും പശ്ചിമഘട്ടത്തിലാണ്. അപ്പൊ പശ്ചിമഘട്ടം ഒരുപാട് ജൈവ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. അതുകൊണ്ട്
തന്നെ ലോക പൈതൃക പട്ടികയിൽ നമ്മുടെ പശ്ചിമഘട്ടം ഇടം പിടിച്ചു. ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഇടം പിടിച്ചു. എപ്പോഴാണ്? 2012. അപ്പം പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2012. ലോക പൈതൃക ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 18. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ഇവിടെ പഠിച്ച വേറെ ചില കാര്യങ്ങൾ ഓർത്തു നോക്ക്. ലോക ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത്, ലോക ജൈവ വൈവിധ്യ വർഷം 2010. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? മെയ് 22. ലോക ജൈവ വൈവിധ്യ ദശാബ്ദമായിട്ട് ആചരിച്ചത് 2011 മുതൽ 2020 വരെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ഇവിടെ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഓർത്തോ. വാൾട്ടർ ജി റോസൺ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വാൾട്ടർ ജി റോസൺ അല്ലെ, ജൈവ വൈവിധ്യം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ ജി റോസൺ. ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കും, പിള്ളേരുടെ പുസ്തകത്തിലുള്ളതാണ്. വാൾട്ടർ ജി റോസൺ. ശരി, അപ്പൊ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ആദ്യ കേന്ദ്രങ്ങൾ ഏതാണ്? ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ആദ്യ കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഗ്ര കോട്ടയും അജന്ത ഗുഹകളുമാണ്. ആഗ്ര കോട്ടയും അജന്ത ഗുഹകളും അല്ലെ. ആഗ്ര കോട്ട എവിടെയാണെന്ന് അറിയാം? ഉത്തർപ്രദേശില്. അജന്ത ഗുഹകൾ എവിടെയാണെന്ന് അറിയാം? എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ആദ്യ കേന്ദ്രങ്ങളാണ് ആഗ്ര കോട്ടയും അജന്ത ഗുഹകളും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാലേ അത് പൂർണ്ണതയിൽ എത്തുള്ളൂ. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ദൗർബല്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് കൂട്ടുകാർക്കറിയാം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെ. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ദൗർബല്യങ്ങളെ കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് നൽകാനുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ചു. ഏതാണ്ട് പശ്ചിമഘട്ടത്തിലെ 50% പ്രദേശങ്ങളും പാരിസ്ഥിതിക ദുർബലത ഉള്ള പ്രദേശങ്ങളാണ് എന്നുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു. പക്ഷെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 6 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ ആശങ്കകൾ അതാത് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെ അറിയിച്ചപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായിട്ട് മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയാണ് ഇത്? കസ്തൂരി രംഗൻ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനായി നിയമിക്കപ്പെട്ട മറ്റൊരു കമ്മിറ്റിയാണ് ഏത്? കസ്തൂരി രംഗൻ കമ്മിറ്റി. അങ്ങനെ കസ്തൂരി രംഗൻ കമ്മിറ്റി മറ്റൊരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, കസ്തൂരി രംഗൻ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാൻ, അതിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെന്റ് നിശ്ചയിച്ച കമ്മിറ്റി, കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെന്റ് നിശ്ചയിച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. അപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുമ്പോൾ ഈ ഭാഗം ഒഴിവാക്കി നിങ്ങൾ പഠിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് പോവാം. അപ്പം ജൈവ വൈവിധ്യ സംരക്ഷണം പ്രധാനമാണ്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പല ജീവജാലങ്ങളും വംശമറ്റു പോകും. ലോകത്ത് ഒരുപാട് ജീവിവർഗം വംശമറ്റുപോയി. പിള്ളേരുടെ പുസ്തകത്തിൽ 8ാം ക്ലാസ്സിലെ പിള്ളേരുടെ പുസ്തകത്തിൽ പിള്ളേരോട് പുസ്തകം പറയുന്നു, നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ വംശമറ്റുപോയ ഒരു ജീവിയാണ്, ഒരു പക്ഷിവർഗം ഉണ്ടായിരുന്നു മൗറീഷ്യസിൽ. ഡോഡോ എന്നാണ് ആ പക്ഷിയുടെ പേര്. മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ആ പക്ഷി ഏതാണ്? ഡോഡോ എന്ന് പറയുന്ന പക്ഷിക്ക് വംശനാശം സംഭവിച്ചു. മനുഷ്യന്റെ ഇടപെടലാണ് കാരണം. പോർച്ചുഗീസുകാർ മൗറീഷ്യസ് ദ്വീപുകളിൽ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി ഈ ഡോഡോ എന്ന് പറയുന്ന പെട്ടെന്ന് ഇണങ്ങുന്ന പക്ഷിയെ അവർ വെടിവെച്ച് വീഴ്ത്തി ചുട്ടു തിന്നു. അങ്ങനെ ഡോഡോ പക്ഷികൾ എന്ത് ചെയ്തു? വംശനാശം സംഭവിച്ചു. ഡോഡോ പക്ഷികൾക്ക് വംശനാശം സംഭവിച്ചു. ഡോഡോ എന്ന വാക്ക് അത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നുണ്ടായ പദമാണ്. ഡോഡോ എന്ന വാക്കിന്റെ അർത്ഥം വിഡ്ഢി എന്നാണ്. വിഡ്ഢി എന്നാണ്. നിങ്ങൾ റോഡിലൂടെ അങ്ങനെ നടക്കുമ്പോൾ പറയുന്ന ആരെങ്കിലും ഡോഡോ എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കിയാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പോർച്ചുഗീസ് ഭാഷയിലാണെങ്കിൽ നിങ്ങളെ വിളിച്ചത് വിഡ്ഢി എന്നാണ്. അപ്പോൾ വിഡ്ഢി എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഡോഡോ പോർച്ചുഗീസ് ഭാഷയിൽ. അതേസമയം വിഡ്ഢി പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി എന്ന് ചോദിച്ചാൽ ടർക്കിയാണ്. വിഡ്ഢി പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി എന്ന് ചോദിച്ചാൽ ഏതാണ്?
ടർക്കിയാണ്. എന്തായാലും ഡോഡോ പക്ഷിക്ക് മൗറീഷ്യസിൽ വംശനാശം സംഭവിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉണ്ടായത്. എന്താണ്? ഡോഡോ പക്ഷിക്ക് വംശനാശം സംഭവിച്ചതോടുകൂടി മറ്റൊരു വൃക്ഷത്തിന് കൂടി വംശനാശം സംഭവിക്കാൻ തുടങ്ങി. ഇന്നില്ല എന്ന് തന്നെ പറയാം ആ വൃക്ഷം. ഏതാണ് ആ വൃക്ഷം? കാൽവരിയ മരങ്ങൾ. അപ്പം ഡോഡോ പക്ഷിയുടെ വംശനാശ കാരണം പ്രതിസന്ധി നേരിട്ടത് മറ്റു ചില വൃക്ഷങ്ങൾക്കാണ്. ആ വൃക്ഷമാണ് ഏത്? കാൽവരിയ മരങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കാൽവരിയ മരങ്ങൾ. എന്താണെന്ന് ചോദിച്ചാൽ കാൽവരിയ മരങ്ങളുടെ ഫലം ആര് തിന്നും? ഈ ഡോഡോ പക്ഷി തിന്നും. അപ്പൊ ആ ഫലം അതിന്റെ ആമാശയത്തിലെത്തും. ആ വിത്തും ഫലവും ഒക്കെ ആമാശയത്തിലെത്തും. ആമാശയത്തിലെത്തി വിസർജനത്തിലൂടെ ഇത് പുറന്തള്ളും. ആ വിത്താണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? മുളയ്ക്കുന്നത്. ഏത്? കാൽവരിയ മരത്തിന്റെ വിത്തുകൾ അതെന്ത് ചെയ്യും? മുളയ്ക്കും. അങ്ങനെയാണ് കാൽവരിയ മരങ്ങൾ വംശവർദ്ധനവും നടത്തിക്കൊണ്ടിരുന്നത്. ഡോഡോ പക്ഷി മൺമറഞ്ഞപ്പോ കാൽവരിയ മരങ്ങളുടെ കാര്യത്തിലും ആ പ്രതിസന്ധി വന്നു. പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം, അല്ലെ? പരസ്പര ആശ്രയത്വം. അത് സസ്യമായാലും ജന്തു ആയാലും അത് തമ്മിൽ ഒരു ആശ്രയത്വമുണ്ട്. അപ്പം ഡോഡോ പക്ഷിയും കാൽവരിയ മരങ്ങളും തമ്മിലുള്ള ആ പരസ്പര ആശ്രയത്തിന് ഒരു ഉദാഹരണമായിട്ട്, ഒരു കേസ് സ്റ്റഡി ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതുപോലെ പിള്ളേരുടെ പുസ്തകത്തിൽ പറയുന്നു, അമേരിക്കയിൽ ഒരുപാട് സഞ്ചാരി പ്രാവുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഒരുപാട് സഞ്ചാരി പ്രാവുകളുണ്ട്. ഇന്ന് സഞ്ചാരി പ്രാവുകൾ എന്ന് പറയുന്ന ആ പ്രാവ് വർഗം, ആ പക്ഷി വർഗം ഇന്ന് എവിടെയില്ല? അമേരിക്കയിലില്ല. അപ്പൊ അമേരിക്കയിൽ വംശമറ്റുപോയ ഒരു വിഭാഗമാണ് ഏത്? സഞ്ചാരി പ്രാവുകൾ, അല്ലെ? അപ്പൊ സഞ്ചാരി പ്രാവുകൾ, വംശമറ്റുപോയ സഞ്ചാരി പ്രാവുകൾ എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു. വംശമറ്റുപോയ ഡോഡോ പക്ഷി എവിടെയായിരുന്നു? മൗറീഷ്യസിലായിരുന്നു. അതുപോലെ പിള്ളേരുടെ പുസ്തകത്തിൽ പറയുന്നു, ആഫ്രിക്കയിലെ ഒരു കാട്ടു സീബ്ര ഇനം, ആഫ്രിക്കയിലെ ഒരു കാട്ടു സീബ്ര വിഭാഗമാണ് കൊഗ്ഗ. ഏതാണ്? കൊഗ്ഗ. കാട്ടു സീബ്ര ഇനമാണ് കൊഗ്ഗ എന്നറിയപ്പെട്ടിരുന്ന ഒരു വർഗം. അതും വംശമറ്റുപോയി. അത് ഇന്ന് നിലവിലില്ല. ആഫ്രിക്കയിലെ സീബ്ര വംശത്തിൽപ്പെട്ട ജീവിയും ഇന്നില്ല. അപ്പം കൊഗ്ഗ എവിടെയാണ്? ആഫ്രിക്ക. സഞ്ചാരി പ്രാവുകൾ എവിടെയാണ്? അമേരിക്ക. ഡോഡോ എവിടെയാണ്? മൗറീഷ്യസ്, അല്ലെ? ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ചീറ്റ. ഇന്ത്യൻ ചീറ്റ എന്ന് പറയുന്ന ആ വിഭാഗം ജന്തു ഇന്ന് ഇന്ത്യയിലില്ല. അത് വംശമറ്റു പോയതാണ്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ആഫ്രിക്കൻ ചീറ്റകളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പരിപാലിക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് പറയാം. എന്തായാലും ഇന്ത്യൻ ചീറ്റയും വംശമറ്റുപോയി. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ വരണം. അത് കഴിഞ്ഞിട്ട് പഫിൻ പക്ഷികളുടെ കാര്യം പറയും. പരിസ്ഥിതി ശാസ്ത്രം പഠിക്കുമ്പോൾ പറയുന്ന ഒന്നാണ് പഫിൻ പക്ഷികൾ. പഫിൻ പക്ഷികൾ എവിടെയാണ്? നോർവീജിയൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന പക്ഷികളാണ് പഫിൻ പക്ഷികൾ. നോർവീജിയൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന പക്ഷികളാണ് ഏത്? പഫിൻ പക്ഷികൾ. ഈ പഫിൻ പക്ഷികളുടെ ആഹാരം എന്ന് പറയുന്നത് സമുദ്രത്തിലെ ചെറിയ മത്സ്യങ്ങളാണ്. മനുഷ്യൻ സമുദ്രത്തിൽ സ്രാവുകളെ വൻതോതിൽ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞു മത്സ്യങ്ങളുടെ എണ്ണം കൂടി. സ്രാവുകളില്ലാതെ വന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങളുടെ എണ്ണം എന്തായി? സമുദ്രത്തിൽ കൂടി. അങ്ങനെ കൂടിയപ്പോൾ ഈ പഫിൻ പക്ഷികളുടെ ആഹാരമാണ് കുഞ്ഞു മത്സ്യങ്ങൾ. അപ്പോൾ കുഞ്ഞു മത്സ്യങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും പഫിൻ പക്ഷികളുടെ എണ്ണവും എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് അങ്ങ് വർദ്ധിച്ചു. ഭയങ്കരമായ വംശവർദ്ധനവ് പഫിൻ പക്ഷിക്കുണ്ടായി സമുദ്രത്തിലെ കുഞ്ഞു മത്സ്യങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ. പെട്ടെന്ന് വേറൊരു കാര്യം സംഭവിച്ചു. മനുഷ്യൻ കാലിത്തീറ്റ നിർമ്മാണത്തിന് കുഞ്ഞു മത്സ്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. കാലിത്തീറ്റ നിർമ്മാണത്തിനായിട്ട് കുഞ്ഞു മത്സ്യങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് സമുദ്രത്തിൽ കുഞ്ഞു മത്സ്യങ്ങളുടെ എണ്ണം അങ്ങ് വളരെ കുറഞ്ഞു. അപ്പോ വംശവർദ്ധനവ് കൂടിയ, എണ്ണം കൂടിയ പഫിൻ പക്ഷികൾക്ക് ഭക്ഷ്യക്ഷാമം നേരിട്ടു. ലക്ഷക്കണക്കിന് പഫിൻ പക്ഷികൾ എന്ത് ചെയ്തു? പട്ടിണി കിടന്നു മരിച്ചു. അങ്ങനെ വംശമറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി വിഭാഗമാണ് പഫിൻ. ഇതാണ് പരിസ്ഥിതി ശാസ്ത്രത്തിൽ പഫിൻ പക്ഷിക്കുള്ള പ്രാധാന്യം. വിഷയത്തിനകത്ത് വരുന്നതാണ്. അതുപോലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം പ്രകൃതിക്ക്, ജീവിക്ക് ദോഷമുണ്ടാക്കും അത് പറയുന്നിടത്ത് വേറൊരു കാര്യം ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. വിയറ്റ്നാം യുദ്ധം നടന്ന സമയത്ത്, അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുള്ള വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് വിയറ്റ്നാമിലെ ഗറില്ല ഒളിപ്പോരാണ് വിയറ്റ്നാം സൈനികർ അല്ലെങ്കിൽ വിയറ്റ്നാം നിവാസികൾ അമേരിക്കക്കെതിരെ പുറത്തെടുത്തത്. കാടുകളിൽ മറഞ്ഞിരുന്നു കൊണ്ടുള്ള യുദ്ധമാണ് നടത്തിയത്. അതുകൊണ്ട് അമേരിക്ക മറുതന്ത്രം എന്നുള്ള രീതിയിൽ ആ കാടുകളിൽ ഒരു കളനാശിനി ഉപയോഗിച്ചു. കാടുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കളനാശിനി ഉപയോഗിച്ചു. ആ കളനാശിനിയുടെ പേര്
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക വ്യാപകമായി ഉപയോഗിച്ച കളനാശിനി ഏത്? ഏജന്റ് ഓറഞ്ച്. ഏതാണ്? ഏജന്റ് ഓറഞ്ച്. അപ്പൊ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്താ സംഭവിച്ചത്? വിയറ്റ്നാമിൽ കാടുകളില്ല. വിയറ്റ്നാമിലെ കാടുകൾ പലതും എന്തായി? നാമാവിശേഷമായി പോയി. ഏത്? ഈ കളനാശിനിയുടെ ഉപയോഗം കാരണം. അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം വിധത്തിൽ ജീവജാലങ്ങളെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്നിടത്ത് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഇതെല്ലാം. പരിസ്ഥിതി ശാസ്ത്രത്തിനകത്ത് വരുന്നതാണ്. ഇനി മനുഷ്യന്റെ പ്രവർത്തനം അല്ലാതെയും ജീവജാലങ്ങൾക്ക് എന്ത് സംഭവിക്കാം? വംശനാശം സംഭവിക്കാം. അതിനൊരു ഉദാഹരണമാണ് പണ്ട് ധാരാളം ഉണ്ടായിരുന്ന ദിനോസറുകൾ, അല്ലെ? ഭൂമുഖത്ത് ധാരാളം ഉണ്ടായിരുന്ന ദിനോസറുകൾ. എന്തായാലും ദിനോസറുകൾ അപ്രത്യക്ഷമാകാൻ കാരണം മനുഷ്യനല്ല. അതിന് കാരണമായത് എന്താണ്? പ്രകൃതി ദുരന്തങ്ങളാണ്. പണ്ട് ഉൽക്കാപതനം ഉണ്ടായി. ആ ഉൽക്കാപതനം ഉണ്ടായതിന്റെ ഫലമായിട്ട് മൺമറഞ്ഞു പോയി വംശനാശം സംഭവിച്ചു പോയ വിഭാഗമാണ് ദിനോസറുകൾ എന്ന് സമർത്ഥിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്, വാൾട്ടർ അൽവാറസ്. ഉൽക്കാപതനത്തിലൂടെ മൺമറഞ്ഞു പോയ ജീവിവർഗമാണ് ദിനോസറുകൾ എന്ന് സമർത്ഥിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര്? വാൾട്ടർ അൽവാറസ്. ഇതൊക്കെ പരിസ്ഥിതി ശാസ്ത്രത്തിനകത്ത് പറയുന്ന കുറച്ച് കേസ് സ്റ്റഡികളാണ്. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. മറ്റൊരു ഭാഗത്തോട്ട് അന്താരാഷ്ട്ര സംഘടനകളാണ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ. ആ അന്താരാഷ്ട്ര സംഘടനകൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് IUCNNR, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പൊ ഇതൊരു പരിസ്ഥിതി സംഘടനയാണ്. ഈ സംഘടന സ്ഥാപിക്കപ്പെട്ടത് 1948 1948 സ്ഥാപിക്കപ്പെട്ടത് എവിടെ? അത് സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പൊ 1948, ഗാന്ധിജി മരിച്ച 1948, 1948 സ്വിറ്റ്സർലാൻഡിൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഏത്? IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ. പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ ഭരണകൂടങ്ങളെ ഉപദേശിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞ IUCNന്റെ പ്രവർത്തന ലക്ഷ്യം. പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ ഭരണകൂടങ്ങളെ ഉപദേശിക്കാനുള്ള ഒരു ഓർഗനൈസേഷനാണ് ഏത്? IUCN. ഇവരുടെ കാര്യത്തിൽ നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, IUCN ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. IUCN പുറത്തിറക്കുന്ന പുസ്തകമാണ് ഏത്? റെഡ് ഡാറ്റ ബുക്ക്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? വംശനാശ ഭീഷണി ഇന്ന് ലോകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ വിവരങ്ങൾ നൽകുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ലോകത്ത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന പുസ്തകമാണ് ഏത്? റെഡ് ഡാറ്റ ബുക്ക്, അല്ലെ? അപ്പൊ വംശനാശ ഭീഷണി സംഭവിച്ച ജീവികളെ കുറിച്ചല്ല, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന. ഉദാഹരണത്തിന് റെഡ് ഡാറ്റ ബുക്കിൽ ഡോഡോ പക്ഷികളെ കുറിച്ച് പറയില്ല, സഞ്ചാരി പ്രാവുകളെ കുറിച്ച് പറയില്ല, ഇന്ത്യൻ ചീറ്റയെ കുറിച്ച് പറയില്ല. അതൊക്കെ വംശനാശം സംഭവിച്ചതാണ്. അതേസമയം ഏഷ്യൻ സിംഹങ്ങളെ കുറിച്ച് പറയും, ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ കുറിച്ച് പറയും, നമ്മുടെ വേഴാമ്പലിനെ കുറിച്ച് പറയും. ഇതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചത് എന്ന് പറയുന്നത് എന്താണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് IUCN പുറത്തിറക്കുന്ന ഏത്? റെഡ് ഡാറ്റ ബുക്ക്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം പഠിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. സ്വയം പഠിക്കാൻ പ്രാപ്തരാക്കുക. അപ്പൊ അതിന്റെ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്, മാസ്റ്റർ യുവർ സെൽഫ്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറയാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയാൽ റെഡ് ഡാറ്റ ബുക്കിൽ പറയുന്ന കുറച്ച് സ്പീഷീസ് പറയാം. വൾനറബിൾ സ്പീഷീസ്, പേടിക്കേണ്ട, ഇപ്പൊ പറഞ്ഞു തീർക്കാം. വൾനറബിൾ സ്പീഷീസ്, എൻഡാഞ്ചേർഡ് സ്പീഷീസ്. വൾനറബിൾ സ്പീഷീസ്, എൻഡാഞ്ചേർഡ് സ്പീഷീസ്. എന്താണ് വൾനറബിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആവശ്യത്തിന് നമ്പറിൽ ഈ ജീവിവർഗം ഉണ്ട്, പേടിക്കാനില്ല. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, സൂക്ഷിച്ചില്ലെങ്കിൽ ഈ വിഭാഗം എന്താവും? എക്സ്റ്റിൻറ്റ് ആവും, വംശനാശം സംഭവിക്കും. അപ്പൊ വൾനറബിൾ ആവശ്യത്തിനുണ്ട്, പേടിക്കാനില്ല, പക്ഷെ സൂക്ഷിക്കണം. എൻഡാഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ വംശനാശം സംഭവിക്കും. എക്സ്റ്റിൻറ്റ് എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ചു. അപ്പോൾ വൾനറബിൾ സ്പീഷീസിനെ നേരെ ചൊവ്വയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന ഗണത്തിലോട്ട് വരും. എൻഡാഞ്ചേർഡ് ഗണത്തിൽപ്പെടുന്ന ജീവജാലങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവ എക്സ്റ്റിങ്ക്റ്റ് ആവും. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളുടെ ബന്ധം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തൊരു സംഘടനയുള്ളത് വേൾഡ് വൈൽഡ് ഫണ്ട്. വേൾഡ് വൈൽഡ് ഫണ്ട് അത് രൂപീകരിക്കപ്പെട്ട
എന്നാന്ന് ചോദിച്ചാൽ 1961 ഒരു പരിസ്ഥിതി സംഘടനയാണ്, വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. ഏത്? വേൾഡ് വൈൽഡ് ഫണ്ട്. അപ്പം വേൾഡ് വൈൽഡ് ഫണ്ട് രൂപം കൊണ്ടത് 1961. വർഷത്തിന് പ്രാധാന്യം കൊടുക്കണ്ട. എവിടെയാണ് ആസ്ഥാനം? സ്വിറ്റ്സർലാൻഡ്. IUCN ആസ്ഥാനം എവിടെന്ന് പറഞ്ഞു? സ്വിറ്റ്സർലാൻഡ്. അതുപോലെ വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലാണ്. പക്ഷെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കില്ല. വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ എംബ്ലം അല്ലെങ്കിൽ അതിന്റെ മുദ്ര, ആ മുദ്രയിൽ കാണപ്പെടുന്ന ജീവി ഏത്? വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ മുദ്രയിൽ കാണപ്പെടുന്ന ജീവി ഏതെന്നാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത്. അത് ഭീമൻ പാണ്ട, ജയന്റ് പാണ്ട എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ്. ജയന്റ് പാണ്ട എന്നറിയപ്പെടുന്ന ഒരു ജീവിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചൈനയുടെ ദേശീയ മൃഗമാണ് പാണ്ട എന്ന് നിങ്ങൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പാണ്ട. അതുപോലെ തന്നെ സിക്കിമിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? സിക്കിമിന്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് റെഡ് പാണ്ടയാണ്, ചുവന്ന പാണ്ട അല്ലെ? സിക്കിമിന്റെ ഔദ്യോഗിക മൃഗമാണ് ചുവന്ന പാണ്ട അല്ലെ? സിക്കിമിന്റെ ദേശീയ പാർക്കാണ് കാഞ്ചൻജംഗ ദേശീയ പാർക്ക്. അരുണാചലിലെ ദേശീയ പാർക്കാണ് നന്ദഫ ദേശീയ പാർക്ക്. അതുപോലെ ആസാമിലെ കാസിരംഗ ദേശീയ പാർക്ക്. ഈ ദേശീയ പാർക്കുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ചുവന്ന പാണ്ട. ഈ ചുവന്ന പാണ്ടയാണ് സിക്കിമിന്റെ ഔദ്യോഗിക മൃഗം. അതേസമയം വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ മുദ്രയിൽ കാണപ്പെടുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ അത് ചുവന്ന പാണ്ടയല്ല, അത് ഭീമൻ പാണ്ട, ജയന്റ് പാണ്ടയാണ്. പേരോർത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സംഘടനയിലോട്ട് പോകുന്നു. വേറൊരു സംഘടനയിലോട്ട് പോകുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു ബോട്ട് യാത്ര പിന്നീട് ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായി. കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു ബോട്ട് യാത്ര പിന്നീട് ഒരു പരിസ്ഥിതി സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായി. ഏതാണ് ആ പരിസ്ഥിതി സംഘടന എന്ന് ഒരു പക്ഷേ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗ്രീൻ പീസ് ആണ്. അതിന്റെ ഉത്തരം ഏതാണ്? ഗ്രീൻ പീസ്. കുറച്ച് സുഹൃത്തുക്കൾ വാടകയ്ക്കെടുത്ത ബോട്ടിൽ ഒരു സഞ്ചാരം നടത്തി. ആ സഞ്ചാരം പിന്നീട് ഒരു പരിസ്ഥിതി സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായി. അങ്ങനെ രൂപം കൊണ്ട സംഘടനയാണ് ഗ്രീൻ പീസ് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായുള്ള പരിസ്ഥിതി സംഘടന. ഈ സംഘടന 1971 സ്ഥാപിക്കപ്പെടുന്നത്. 1971 ഗ്രീൻ പീസ് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാനഡയിൽ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാനഡ എന്ന് ഓർത്താൽ മതി. കാനഡയിൽ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലത്താണ് 1971 ഏത് സ്ഥാപിക്കപ്പെടുന്നത്? ഗ്രീൻ പീസ് സ്ഥാപിക്കപ്പെടുന്നത്. ഗ്രീൻ പീസ് സ്ഥാപിക്കപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിക്കാം. ഇർവിംഗ് സ്റ്റോ, ഡെറോത്തി സ്റ്റോ. ഏതാണ്? ഇർവിംഗ് സ്റ്റോ, ഡെറോത്തി സ്റ്റോ എന്നീ സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ച പരിസ്ഥിതി സംഘടന ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഗ്രീൻ പീസ് ആണ്. 1971. പണ്ട് അത് ചെറിയ ഒരു സംഘടനയായിരുന്നു. ഇന്ന് വലിയൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇന്ന് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം നെതർലാൻഡാണ്. ഗ്രീൻ പീസ് രൂപം കൊണ്ടത് എവിടെയാണ്? അത് കാനഡയിലാണ്. പക്ഷേ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ അങ്ങനെ ഒരു വലിയ സംഘടനയായപ്പോൾ ഇന്ന് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നെതർലാൻഡാണ്. ഹോളണ്ട്, നെതർലാൻഡിലാണ്. അതോടെ ഓർത്തു വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടന. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടന ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് ആണ്. അത് പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പഠിക്കാം ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിൽ കെനിയയുടെ തലസ്ഥാനം നെയ്റോബിയിലാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ തുടക്കം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന് തുടക്കമിട്ട ആ വനിത പേര് ഓർത്തോണം, വങ്കാരി മാതായി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന് തുടക്കമിട്ട വനിത 1977 വങ്കാരി മാതായി എന്ന് പറയുന്ന ആഫ്രിക്കൻ വനിത, കെനിയക്കാരിയായുള്ള വനിത രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഈ പേരിൽ തന്നെ അവരൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാലും ഈ ആഫ്രിക്കൻ വനിതയാണ്, ഈ കെനിയൻ വനിതയാണ്. ആരാണ്? വങ്കാരി മാതായി. 2004 ഈ വങ്കാരി മാതായിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. അവരുടെ പ്രവർത്തനങ്ങൾ കാരണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവർക്ക് 2004 കിട്ടി. ആർക്ക് കിട്ടി? വങ്കാരി മാതായിക്ക് കിട്ടി. വങ്കാരി മാതായിക്ക്. അതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആഫ്രിക്കൻ വനിത ആരെന്ന് ചോദിച്ചാൽ വങ്കാരി മാതായിയാണ്.
മനസ്സിലായോ? സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യ ആഫ്രിക്കൻ വനിത വങ്കാരി മാതായി 2004. വർഷം ഓർക്കണ്ട, 2004. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, 2007 നോബൽ സമ്മാനം, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ ഒരു സംഘടനയുണ്ട്. 2007 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ മറ്റൊരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുണ്ട്. അതാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഞാൻ ഈ പേര് പറയില്ല. ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് IPCC. ഈ IPCC എന്ന് പറയുന്ന സംഘടന കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന, അതുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് IPCC. അപ്പൊ ഇത് 2007 ഈ സംഘടനയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടി. അന്ന് അതിന്റെ അധ്യക്ഷനായിരുന്ന ആള്, അത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടുമ്പോൾ അതിന്റെ അധ്യക്ഷനായിരുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. IPCCയുടെ അധ്യക്ഷനായിരുന്ന ആ ഇന്ത്യക്കാരൻ 2020 ഫെബ്രുവരിയിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 13 മരണപ്പെട്ടു. 2020 ഫെബ്രുവരി 13 മരണപ്പെട്ട IPCCയുടെ അധ്യക്ഷനായിരുന്ന, 2007 നോബൽ സമ്മാനം ലഭിക്കുമ്പോൾ IPCCയുടെ അധ്യക്ഷനായിരുന്ന ആ ഇന്ത്യക്കാരൻ ആര്? നല്ല ചോദ്യമാണ്. രാജേന്ദ്ര പച്ചൗരി. ആരാണ്? രാജേന്ദ്ര പച്ചൗരി. രാജേന്ദ്ര പച്ചൗരി. ഇനി ഈ IPCC എന്ന് പറയുന്ന സംഘടന ശരിക്കും പറഞ്ഞാൽ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, ലോക കാലാവസ്ഥാ സംഘടന, ഈ രണ്ട് സംഘടനയുടെയും ഒരു അനുബന്ധ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏത്? IPCC, ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഏതിന്റെ അനുബന്ധ സംഘടനകളാണ്? UNEP-യുടെയും WMO-യുടെയും, അതായത് ലോക കാലാവസ്ഥാ സംഘടനയുടെയും. UNEP എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഏജൻസിയാണ്. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, അതാണ് UNEP. ഇതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആസ്ഥാനം എവിടെയായിരുന്നു? കെനിയയിലെ നൈറോബി. അതുപോലെ UNEP-യുടെ ആസ്ഥാനവും കെനിയയിലെ തലസ്ഥാനമായിട്ടുള്ള ഏതാണ്? നെയ്റോബിയാണ്. അതുപോലെ ഇതും ചോദിക്കും. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം, ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ജനീവ. അതുപോലെ IPCCയുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാലോ? IPCCയുടെ ആസ്ഥാനവും ജനീവയാണ്. UNEP-യുടെ ആസ്ഥാനം നൈറോബി, കെനിയ. പിന്നെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ ലോക കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആസ്ഥാനം, അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവ. IPCCയുടെ ആസ്ഥാനമോ? അതിന്റെ ആസ്ഥാനവും എവിടെയാണ്? ജനീവ. ജനീവ, സ്വിറ്റ്സർലാൻഡ്. ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഇനി അത് കഴിഞ്ഞിട്ട് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ ഒരു സംഘടനയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് പറയാം, പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ മാതാവ് എന്നൊക്കെ പറയാം. റേച്ചൽ കാൾസൺ. റേച്ചൽ കാൾസൺ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയാണ്. ആര്? റേച്ചൽ കാൾസൺ. അവരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമുണ്ട്. ഏതാണ്? നിശബ്ദ വസന്തം. നിശബ്ദ വസന്തം മലയാളം വാക്കാണ്, ഇംഗ്ലീഷ് വാക്ക് സൈലന്റ് സ്പ്രിംഗ്. അപ്പൊ റേച്ചൽ കാൾസൺ എന്ന് പറയുന്ന അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തക രചിച്ച പുസ്തകമാണ് ഏത്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് സ്പ്രിംഗ്, അതായത് DDT പോലുള്ള കീടനാശിനികൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച ഒരു പുസ്തകമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിപാദിച്ച പുസ്തകമാണ് ഏത്? നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ അതിന്റെ രചയിതാവാരാണ്? റേച്ചൽ കാൾസൺ. പിള്ളേരുടെ പുസ്തകത്തിൽ പഠിക്കാൻ കൊടുത്തിട്ടുള്ളതാണ്, ഉറപ്പായും ചോദ്യമാണ്. പരിസ്ഥിതി എന്ന് കേൾക്കുമ്പോൾ ഈ പേരാണ് ആദ്യം വരുന്നത്, റേച്ചൽ കാൾസൺ, നിശബ്ദ വസന്തം. ഇനി അത് കഴിഞ്ഞിട്ട് DDT ഒന്ന് പറഞ്ഞിട്ട് പോവാം. DDT കണ്ടുപിടിച്ചത് എന്നാണ്? DDT കണ്ടുപിടിക്കുന്നത് 1939-ലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കകാലത്ത് കണ്ടുപിടിച്ച ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള കീടനാശിനി ഏത് എന്നാണ് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അതേതാണ്? അത് DDT. 1939 പരീക്ഷയ്ക്ക് ചോദിക്കും DDT-യുടെ പൂർണ്ണ രൂപം എന്ത്? DDT-യുടെ പൂർണ്ണ രൂപം എന്ത്? ഡൈക്ലോറോ ഡൈഫീനൈൽ, അല്ലെ? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. മറന്നു പോകരുത്. ഡൈക്ലോറോ ഡൈഫീനൈൽ
ട്രൈക്ലോറോ ഈഥെയ്ൻ. അതാണ് ഏതിന്റെ പൂർണ്ണരൂപം? DDTയുടെ പൂർണ്ണരൂപം. DDTയുടെ പൂർണ്ണരൂപം. അപ്പൊ റേച്ചൽ കാൾസൺ അല്ലെ, ഇന്ന് റേച്ചൽ കാൾസന്റെ പേരിൽ ഒരു ബഹുമതി ഉണ്ട്. ആ ബഹുമതിയാണ് റേച്ചൽ കാൾസൺ ബഹുമതി അല്ലെങ്കിൽ റേച്ചൽ കാൾസൺ പുരസ്കാരം. ആ റേച്ചൽ കാൾസൺ പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കെന്നറിയാമോ? റേച്ചൽ കാൾസൺ പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കാണ്? റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കാണ്? കുട്ടികൾക്കുള്ള സമാധാനത്തിനുള്ള സമ്മാനം പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കാണ്? കുട്ടികൾക്കുള്ള ലോക സമാധാന പുരസ്കാരം 2019 ലഭിച്ചത്, റേച്ചൽ കാൾസൺ പുരസ്കാരം ലഭിച്ചത്, റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചത്, പിന്നെ ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് 2019 തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരവുണ്ട്. കഴിഞ്ഞ വർഷം 2019-20 വർഷങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിയുണ്ട്. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ലോകത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു ശബ്ദത്തിന്റെ ഉടമ അതാരാണ്? അത് ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന സ്വീഡിഷ് സ്കൂൾ വിദ്യാർത്ഥിയാണ്. സ്വീഡിഷ് സ്കൂൾ വിദ്യാർത്ഥി പേരെന്താണ്? ഗ്രേറ്റ തൻബർഗ്. ഗ്രേറ്റ തൻബർഗ്. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. കാലാവസ്ഥാ ഉച്ചകോടി, ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നു. ലോകത്തിലെ നേതാക്കളെല്ലാം വന്നിരിക്കുന്നു. ആ കാലാവസ്ഥാ ഉച്ചകോടിയിലെ ഗ്രേറ്റ തൻബർഗിന്റെ പ്രസംഗമുണ്ട്. ഹൗ ഡെയർ യു, ഹൗ ഡെയർ യു, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? നിങ്ങൾ നിങ്ങളുടെ വർത്തമാനകാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിങ്ങൾ വർത്തമാനകാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. പക്ഷേ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ്. നിങ്ങൾ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഹൗ ഡെയർ യു. ആ പ്രസംഗം ലോകത്തിന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു പ്രസംഗമാണ് ആ വാചകം. അപ്പൊ അതിന്റെ ഉടമയാണ് ആര്? ഗ്രേറ്റ തൻബർഗ്. അപ്പം പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 2020-21 നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കുഞ്ഞിന്റെ പേര് പരാമർശിക്കാത്ത ഒരു പഠനവും പരിസ്ഥിതി പഠനത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റൂല. അപ്പൊ കാലാവസ്ഥാ മാറ്റമാണ് ഗ്രേറ്റ തൻബർഗിന്റെ പ്രശ്നം. ഗ്രേറ്റ തൻബർഗ് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വന്നാൽ, കേരളത്തിലും ഇതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ 2019-20 കാലങ്ങളിൽ നടന്നു. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് 2019 കാലഘട്ടത്തിൽ നടന്ന ഒരു പാരിസ്ഥിതിക സമരം. ആ സമരമാണ് കീഴാറ്റൂർ സമരം അല്ലെങ്കിൽ വയൽക്കിളി സമരം. 2019 കേരളത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു പരിസ്ഥിതി സമരമുണ്ട്. ഏതാണ്? കീഴാറ്റൂർ സമരം അല്ലെങ്കിൽ വയൽക്കിളി സമരം അല്ലെ. കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ നെൽപ്പാടങ്ങൾ നികത്തിക്കൊണ്ട് ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു വയൽക്കിളി സമരം. ഏത് ജില്ല? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. വേറൊരു പേര് കീഴാറ്റൂർ സമരം. ആ കീഴാറ്റൂർ സമരത്തിന് നേതൃത്വം കൊടുത്ത സ്ത്രീയുണ്ട്. ആ കീഴാറ്റൂർ സമര നായിക എന്നറിയപ്പെടുന്ന സ്ത്രീ ഏതാണ്? നമ്പ്രാടത്ത് ജാനകി. നമ്പ്രാടത്ത് ജാനകി. പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. നമ്പ്രാടത്ത് ജാനകി ഏത് പരിസ്ഥിതി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്പ്രാടത്ത് ജാനകി ഏത് പരിസ്ഥിതി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ കീഴാറ്റൂർ സമരം അല്ലെങ്കിൽ വയൽക്കിളി സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ തന്നെ വേറൊരു പരിസ്ഥിതി സമരവും കൂടി ഉണ്ടായിട്ടുണ്ട്. തുരുത്തി സമരം. ഇത് 2019-20 കാലഘട്ടത്തിലാണ് തുരുത്തി സമരം. ഈ തുരുത്തി സമരം നടന്നത് എവിടെയാണ്? ഈ തുരുത്തി സമരം നടന്നതും കണ്ണൂർ ജില്ലയിലാണ്. വയൽക്കിളി സമരം നടന്നതും കണ്ണൂർ ജില്ലയിലാണ്. തുരുത്തി സമരം നടന്നതും കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്തില് SC/ST സെറ്റിൽമെന്റ് കോളനിയിലൂടെ റോഡ് നിർമ്മാണം അവരെ കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ് തുരുത്തി സമരം. എവിടെയും ചോദിച്ചാൽ അതും കണ്ണൂരാണ്. രണ്ടും കണ്ണൂരാണ് അതിന്റെ ഉത്തരം. ഇത് പറയുമ്പോൾ തുരുത്തി സമരം, ഇത് പറയുമ്പോൾ വനവും വനവിഭവങ്ങളും എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തായിരുന്നു നമ്മൾ. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുപ്പ് പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുപ്പ് പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കൊടുമൺ പഞ്ചായത്ത്, പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുപ്പ് പഞ്ചായത്ത് ഏതാണ്? കൊടുമൺ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും നടക്കുന്നു. അതുകൊണ്ട് പച്ചത്തുരുപ്പ് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആദ്യമായി ലഭിച്ചത്
ഏത് പഞ്ചായത്തിനാണ്? പത്തനംതിട്ടയിലെ കൊടുമൺ ഗ്രാമപഞ്ചായത്തിനാണ്. ഇതുപോലെ കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു പരിസ്ഥിതി സമരമാണ് സേവ് സൈലന്റ് വാലി പ്രക്ഷോഭം. സേവ് സൈലന്റ് വാലി അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി കൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ, ആ കുന്തിപ്പുഴയിൽ ഒരു ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. അപ്പൊ ആ 1970കളിൽ ഈ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാനും സൈലന്റ് വാലിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് സുഗതകുമാരിയെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു. ആ സമരമാണ് ഏത്? സൈലന്റ് വാലി പ്രക്ഷോഭം. ആ സൈലന്റ് വാലി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവസാനം സമ്മർദ്ദം കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ കേരള ഗവൺമെന്റിനോട് സൈലന്റ് വാലിയിലെ ആ കുന്തിപ്പുഴയിലെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ അത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ സേവ് സൈലന്റ് വാലി പ്രക്ഷോഭം വിജയകരമായി മാറി. അപ്പൊ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം, സേവ് സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. സേവ് സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അതിനു പുറമെ സുഗതകുമാരി, ഇപ്പോൾ അന്തരിച്ചു പോയ സുഗതകുമാരി, പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, NV കൃഷ്ണവാര്യർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ അല്ലെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, നളന്ദ. അതിന്റെ സ്ഥാപക ഡയറക്ടർ NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, പിന്നെ നമ്മുടെ കവയത്രി സുഗതകുമാരി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു സമരം നേതൃത്വം ആര് കൊടുത്തു? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുത്തു. അതാണ് സേവ് സൈലന്റ് വാലി. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ പരിസ്ഥിതി സമരം അതിലൊരെണ്ണമാണ് കൊക്കക്കോള കമ്പനിക്കെതിരെ, അവരുടെ പ്ലാന്റിനെതിരെ പാലക്കാട് ജില്ലയിൽ നടന്ന സമരം. നേതൃത്വം കൊടുത്തത് നിങ്ങൾക്ക് അറിയാം, മയിലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആരാണ്? മയിലമ്മ. പ്ലാച്ചിമട അല്ലെ, ഭൂഗർഭജലം അമിതമായിട്ട് ചൂഷണം ചെയ്ത കൊക്കക്കോള കമ്പനിക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് നടത്തിയ സമരമാണ് ഏത്? പ്ലാച്ചിമട വിരുദ്ധ സമരം, കൊക്കക്കോള വിരുദ്ധ സമരം. അതിന് നേതൃത്വം കൊടുത്തത് ആര്? മയിലമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇതൊക്കെ ഇപ്പൊ അധികം റെലവന്റ് അല്ല, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരന്തം അല്ലെ, എൻഡോസൾഫാൻ ദുരന്തം നടന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ല അല്ലെ. അപ്പൊ ആ എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട പുസ്തകം എൻമഗജെ. ഏതാണ് പുസ്തകം? എൻമഗജെ. പരീക്ഷയ്ക്ക് ആവർത്തിച്ചതാണ്. എൻമഗജെ എഴുതിയതാരാണ്? അംബികാസുധൻ മങ്ങാട്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് അടുത്ത് കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ അതിനകത്ത് വിശദീകരിക്കുന്നില്ല, ഒരുപാട് സമയം പോകും. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ഇന്ത്യയിലെ മറ്റു ചില കാര്യങ്ങളിലോട്ടാണ്. അതിന് തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന സ്ഥാപനമാണ് നീറി. ആ സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ അതെവിടെയാണ്? നാഗ്പൂർ ആണ്. നീറിയുടെ ആസ്ഥാനം നാഗ്പൂർ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് നീറി സ്ഥിതി ചെയ്യുന്നത്. ആ നീറിയുടെ അധ്യക്ഷൻ ഇപ്പോൾ ആരാണ്? ആ നീറിയുടെ അധ്യക്ഷൻ, ചുരുക്കി പറയുന്നതാണ് നീറി, അതിന്റെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ നീറിയുടെ അധ്യക്ഷൻ എപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂർ. അതിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേര് പറയണം. ഇനി നമുക്ക് ഇന്ത്യയിലെ മറ്റു ചില കാര്യങ്ങളിലോട്ടാണ് വരേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും. എന്തായാലും ഈ ഭാഗം നമുക്ക് വൃത്തിയായിട്ട് പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവേദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.